അതിജീവനത്തിന്റെ കഥയാണ് പ്രവാസികൾക്കെന്നും പറയാനുണ്ടായിരുന്നത്. ഞങ്ങളുടെ ക്രിക്കറ്റിലും KPL-ലും അതിജീവനത്തിന്റെ കഥകൾ മാത്രമാണ്. വളരെ ലളിതമായ തുടക്കത്തിൽ നിന്നും ഇന്ന് പ്രവാസ ജീവിതത്തിലെ ഞങ്ങളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും വലിയ കായിക വിനോദമെന്ന നിലയിൽ KPL വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചകൾക്കുമായുള്ള കാത്തിരിപ്പ്, കണ്ടുമുട്ടുമ്പോഴുള്ള സുഹൃത്ത് ബന്ധങ്ങളുടെ അതിയായ സന്തോഷം, ഓരോ ആഴ്ചയും കളിക്കളത്തിൽ പുനർജനിക്കുന്ന ഒരുപാട് സന്തോഷവും വികാരനിർഭരവുമായ മുഹൂർത്തങ്ങൾ, ആരോഗ്യകരമായ പിണക്കങ്ങൾ, വാഗ്വാദങ്ങൾ, പോരാട്ടങ്ങൾ. ഇതൊന്നുമില്ലായിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന ബുക്കിലെ എത്രയോ മനോഹരമായ താളുകൾ ഇല്ലാതാകുമായിരുന്നു. KPL 7-8 ടൂർണമെന്റ് നടത്തിപ്പിനെ സംബന്ധിച്ച് പറയലാണെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. അതേസമയത്ത് തന്നെ എല്ലാ പ്ലേയേഴ്സിനും മാക്സിമം എന്റർടൈൻ ചെയ്യാനും അവരുടെ വെൽബീയിങ്ങിന്, അതാണല്ലോ മെയിനായിട്ട് ഈ കളിന്റെ ഒക്കെ ഉദ്ദേശം. അതൊക്കെ നന്നായിട്ട് കൊണ്ടുപോയ ഒരു 2 സീസൺ. KPL 8-ലാണ് കമ്മിറ്റിനെയും നമ്മളെ KPL-നെയും സംബന്ധിച്ച് വളരെ അധികം ഒരു പ്രതിസന്ധി നടന്നൊരു സംഭവം ഉണ്ടായത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എവിടെയൊക്കെ ഗ്രൗണ്ടുകൾ നഷ്ടപ്പെട്ടാലും ഞങ്ങളുടെ കളിയും KPL-ഉം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം വളരെ ലളിതമാണ്. എന്തിനും ഏതിനും മുന്നിട്ടിറങ്ങുന്ന KKC-യുടെ ചങ്ക് ബ്രോസ്. അതിനുവേണ്ടി എല്ലാവരും എന്താ പറയുക, മെയ് മറന്ന് ഒന്നിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ഗ്രൗണ്ട് ഉണ്ടായത്. അതിന് മുൻകൈയെടുത്ത എല്ലാവർക്കും എൻ്റെ ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അൽഹംദുലില്ലാ വളരെ പുതിയ ഗ്രൗണ്ടും കിട്ടി, വളരെ ഭംഗിയായിട്ട് ടൂർണമെൻറ്റ് നടന്നു. ഇതാണ് നമ്മുടെ KPL, ഇതാണ് നമ്മുടെ KKC. ഇനിയും അങ്ങോട്ടേക്ക് KPL ഇതേപോലെ തന്നെ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ പ്ലേയേഴ്സും ചെയ്യുക. സിക്സേഴ്സ് ടീം, ഈ ടീമിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഫുൾ ഓഫ് എനർജിയാന്ന് കണ്ണിൽ വരാം. അത്രക്കൊരു ഹൈപ്പർ ആക്റ്റീവ് ടീമാണ്.
സ്ട്രൈക്കേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഷമീർ നല്ലൊരു ടീമിനെയാണ് ഫോം ചെയ്തത്. അധികമാരും സാധ്യത കൽപ്പിക്കാതിരുന്ന ടീം ഹരിക്കെയിൻസിന്റെ വിജയശില്പികൾ ഈ ടീമിന് വേണ്ടി കളിച്ച 13 പേരുമാണ്. ടീം സ്റ്റാർ ആ ടീമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ലാസ്റ്റ് ബോൾ വരെ ഫൈറ്റ് ചെയ്യുക, അതുവരെ എല്ലാ കഴിവും പുറത്തെടുത്തിട്ട് കളിക്കുക. ആരോടും പ്രത്യേകിച്ച് പറയേണ്ടിയില്ല എന്താ ചെയ്യണമെന്നുള്ളത്. പക്ഷെ എൻജോയ് ചെയ്ത് അവർ കളിക്കും. ആ എൻജോയ്മെന്റിൽ അവർ എക്സൽ ചെയ്യും. ഓരോരാളും ഈ 2 സീസണിലും അവരവരെ പാട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മിക്കവാറും നല്ല കളികൾ ലാസ്റ്റ് ബോൾ വരെ ഫൈറ്റ് ചെയ്ത് അവരെ ഓരോ പ്ലേയേഴ്സിനും കഴിവിന്റെ പരമാവധി അവർ പുറത്തെടുത്ത് അങ്ങനെയുള്ള ഒരു ടീമായിരുന്നു ടീം സ്റ്റാർസ്. അതേസമയം എല്ലാ പ്ലേയേഴ്സും ചില പ്ലേയേഴ്സ് ബാറ്റിങ്ങിൽ ഉള്ള പ്ലേയേഴ്സ് ബാറ്റിങ്ങിൽ അവർ ബോളിംഗ് നന്നായിട്ട് പെർഫോം ചെയ്തു, ചില ബോളേഴ്സ് ബോളിങ്ങിലുള്ളവർ ബാറ്റിംഗ് പെർഫോമൻസ് ചെയ്തു. ഇങ്ങനെ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എല്ലാ രൂപത്തിലും പുറത്തെടുത്ത് മറ്റുള്ളവർക്കും കളിക്കുന്നവർക്കും കളി കാണുന്നവർക്കും മാക്സിമം എന്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് പലപ്പോഴും ടീം സ്റ്റാർസ് തോറ്റിട്ടുള്ളത്. തുടർച്ചയായിട്ട് വിജയം നമുക്ക് കൈവരിക്കാനും പറ്റി. അത് ഫൈനലിൽ കപ്പ് നേടുന്നതിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അതുകൂടാണ്ട് സീസൺ 8 ആദ്യത്തെ 3 കളിയും ജയിച്ചിട്ടുണ്ടായിരുന്നു. KPL മൊത്തത്തിലുള്ള ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ടീം തുടർച്ചയായിട്ട് 8 കളി ജയിച്ചിട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പരസ്പരം കൈകോർത്ത് കളിയിലൂടെയും ചിരിയിലൂടെയും ഒരു ചങ്ങലയായി മാറി, ആവേശക്കടലായി മാറി, സ്വയം പരിമിതികളെയും സ്വയം കഴിവുകളെയും പൂർണ്ണമായി മനസ്സിലാക്കുകയും തൻ്റെ കഴിവിൻ്റെ 100% മുകളിൽ ഔട്ട്പുട്ട് തരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത അതുകൊണ്ട് ആ ഒരു ടീമിനെ കുറിച്ച് ഓർക്കുമ്പം തന്നെ അഭിമാനം തോന്നുകയാണ്. ടീമിനെ നയിക്കാൻ പറ്റിയതിൽ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഓർമ്മിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടാണ് ടീം സ്റ്റാർസ് ഈ സീസണോട് വിട പറയുന്നത്. ടീം ഹരിക്കെയിൻസിന്റെ ചാമ്പ്യൻഷിപ്പ് ഒരുപാട് മാധുര്യം നൽകുന്ന ഓർമ്മകൾ. നിങ്ങളുടെ കൂടെ കളിക്കാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ ക്യാപ്റ്റനാകാൻ സാധിച്ചതിലും ഏറെ അഭിമാനിക്കുന്നു. ഈ ടീമിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയാൽ ഐ എം വെരി പ്രൗഡ് ആൻഡ് ദേ ആർ വൺ വണ്ടർഫുൾ ടീം. ഇതേപോലത്തെ ഒരു ടീമിനെ, ഈ എന്തൂസിയാസം ആൻഡ് എനർജി നിറഞ്ഞ ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാകും. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദിസ് ടീം.
the great one.